നമസ്കാരം. ഡിലിസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല, ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി എന്ന സർക്കാരിന്റെ ധവളപത്രം. കടബാധ്യത 5,07,000 കോടി രൂപ. പൊതുമേഖലയിലെ നഷ്ടം നികത്താൻ സ്വകാര്യ സഹകരണ പങ്കാളിത്തത്തിന് ശുപാർശ. വിരമിക്കൽ പ്രായം കൂട്ടും. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കും. കിഫ്ബി പൊളിച്ചെഴുതുവാനും നിർദ്ദേശം. ധവളപത്രം ഉമ്മാക്കിയല്ലെന്നും LDF ഭരണത്തിനു നേർക്കുള്ള കണ്ണാടിയെന്നും മുഖ്യമന്ത്രി. പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ ലക്ഷ്യമിടുന്നത് വിറ്റഴിക്കലെന്ന് പ്രതിപക്ഷം. വേക്കപ്പ് കോളെന്ന് BJP. അമേരിക്കയ്ക്ക് നേരെ ഇറാന്റെ പ്രത്യാക്രമണം. കേഷം ദ്വീപിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രവും ഹോർമുസിലെ പടക്കപ്പലും ആക്രമിച്ചു. ആക്രമണം നിഷേധിച്ച് US. യുദ്ധത്തിൽ US ജനപ്രതിനിധി സഭയിൽ ട്രംപിന് തിരിച്ചടി. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ലഭിക്കും വരെ ആക്രമണം നിർത്തിവെക്കണമെന്ന ആവശ്യം. പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾ തടയണമെന്ന പ്രമേയത്തിന് അംഗീകാരം. ഇസ്രയേലും ലെബനോനും വെടിനിർത്തൽ ധാരണയിലെത്തി. ഊർജ്ജരംഗത്ത് സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും വെനസ്വേലയും. തീരുമാനം വെനസ്വേലിയൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ തുടരും. നമുക്ക് ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പങ്കിടാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും അമ്മ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവം ഇന്ന് സമാപിക്കും. അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തജനപ്രവാഹം. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യോമയാന സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കി. എയർ ഇന്ത്യയും റിയാദ് എയറും തമ്മിൽ തന്ത്രപ്രധാനമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. യാത്രാ സൗകര്യങ്ങൾ വിപുലീകരിക്കുക ലക്ഷ്യം. സംസ്ഥാനം നേരിടുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് വ്യക്തമാക്കി ധവളപത്രം പുറത്തിറക്കി സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ ആകെ കടബാധ്യത. ട്രഷറി പ്രതിസന്ധി രൂക്ഷമാണ്. വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവിനായി ഉപയോഗിക്കുന്നു. 2,000 കോടി രൂപ മാത്രമാണ് ട്രഷറിയിൽ ഉള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 വർഷത്തെ LDF ഭരണത്തിൻ്റെ കണ്ണാടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിൻ്റെ കടബാധ്യതയെക്കുറിച്ച് ആരോപിച്ചത് മുഴുവൻ തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകുന്നുവെന്നാണ് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത. വരുമാനത്തിന്റെ 77%, ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചിലവിനായി ഉപയോഗിക്കുന്നു. ട്രഷറി കടുത്ത പ്രതിസന്ധിയിലാണ്. 2,000 കോടി രൂപ മാത്രമാണ് ട്രഷറിയിലുള്ളത്. കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. 48,733 കോടി രൂപയുടെ കടബാധ്യത കുടിശ്ശിക പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നു. 21,670 കോടി രൂപ ജീവനക്കാരുടെ DA കുടിശ്ശിക. 14,387 കോടി പെൻഷൻകാരുടെ DR ബാധ്യത. കരാറുകാർ, സപ്ലൈകോ, കാരുണ്യ തുടങ്ങിയ കുടിശ്ശിക 48,733 കോടി രൂപ. വികസനത്തിനുള്ള മൂലധന ചെലവ് രാജ്യത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ നഷ്ടം നേരിടുന്നു. കടമെടുപ്പ് വികസനത്തിന്, വളർച്ചാ തിരിച്ചടവിനും എന്ന അടിസ്ഥാന തത്വം കേരളം ലംഘിക്കുന്നുവെന്ന് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. 35,000 കോടി രൂപയുടെ പദ്ധതികൾക്കും ഇനി പണം കണ്ടെത്തേണ്ടതുണ്ട്. ധവളപത്രം ഉമ്മാക്കിയാണെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവിനോട് 10 വർഷം ഭരിച്ച ഇടത് സർക്കാരിന് നേരെയുള്ള കണ്ണാടിയാണെന്ന് മുഖ്യമന്ത്രി. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല, ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുവെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അദ്ദേഹം കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ പത്രസമ്മേളനത്തിലെ വാർത്തയാണിത്. 6 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ വർഷം, അതിനൊക്കെ വർഷമൊക്കെ 6 ലക്ഷം കോടിയൊന്നുമില്ല, 4,80,000 കോടിയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ എനിക്കറിയാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കടമല്ല, 10-13ാമത് സ്ഥാനമേ ഉള്ളൂ നമുക്ക്.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് വരാൻ ഒരു കാര്യമായി. 19-ാം തീയതി UDF സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഏറെ സ്വാധീനിക്കുന്ന കണക്കുകളാണ് ധവളപത്രത്തിലൂടെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം നികത്താൻ സ്വകാര്യ സഹകരണ പങ്കാളിത്തം വേണമെന്ന് ധവളപത്രത്തിൽ ശുപാർശ. വിരമിക്കൽ പ്രായം കൂട്ടാനും ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുവാനും പരാമർശമുണ്ട്. അതേസമയം പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ വിറ്റഴിക്കലാണ് ലക്ഷ്യമിടുന്നതെന്നും KCBയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്ന് ധവളപത്രം പറയുന്നു. വൻതോതിൽ സ്വകാര്യ നിക്ഷേപത്തിന് സാഹചര്യമൊരുക്കണമെന്നും സ്വകാര്യ സഹകരണ പങ്കാളിത്തം കൂട്ടണമെന്നും നിർദ്ദേശം. ശമ്പളം, പെൻഷൻ, വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന്റേതിന് തുല്യമായി ഉയർത്തണം. ശമ്പള കമ്മീഷൻ 10 വർഷത്തിലൊരിക്കലാക്കണം. ഉന്നത വിദ്യാഭ്യാസം, AI, അപൂർവ ധാതുക്കളുടെ വികസനം എന്നിവയിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കണം. KCB, ജല അതോറിറ്റി, KSRTC എന്നിവ സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾക്ക് ബാധ്യതയായി. 3 പതിറ്റാണ്ടായി KCBയുടെ വൈദ്യുതി തീരുവ സർക്കാരിലേക്ക് അടയ്ക്കുന്നില്ല എന്നും ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ഭൂപരിഷ്കരണ, തൊഴിൽ നിയമങ്ങൾ മാറ്റണം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ബെവ്കോയും ലയിപ്പിക്കണം. K-ഫോണിൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകണം. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളും സ്ഥാപനങ്ങളും തുറക്കണം. ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് പെൻഷൻ കമ്പനിയിൽ നിന്ന് മാറ്റി നേരിട്ട് നൽകണമെന്നും ശുപാർശ. അതേസമയം സ്വകാര്യ പങ്കാളിത്തത്തിനും വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനുമുള്ള ശുപാർശകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നു. വൈദ്യുതി, വിമാനത്താവളം, തുറമുഖ മേഖലകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് ആരോപിച്ചു. പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ വിറ്റഴിക്കലാണ് ലക്ഷ്യമിടുന്നതെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്കൊരു വിസ്മയം പറഞ്ഞിട്ടുണ്ട്. അത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. 6000 കോടി രൂപ ഒരു വർഷം കിട്ടുമെന്നുള്ള കണക്കും അതിനകത്തുണ്ട്. എന്തായാലും അവർ തീരുമാനിക്കട്ടെ, അതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരട്ടെ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് PSUs കൃത്യമായി മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ ഡോക്യുമെന്റിൽ നിന്ന് കാണുന്നത്. വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളത് മതി, കാരണം കൂടുതലും PSUs ഉണ്ട്, അത് വിറ്റിട്ട് അതിൻ്റെ പണം മേടിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മേഖലകളാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളടുത്ത 5 6 വർഷം കൊണ്ട് കേരളത്തിൽ ചരിത്രത്തിൽ നോക്കിക്കോളൂ. ഇലക്ട്രിസിറ്റി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള ഡയറക്ഷൻ ഈ രേഖയിലുണ്ട്. എന്നാൽ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതും പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തവുമൊക്കെ ശുപാർശകൾ മാത്രമാണെന്നും സർക്കാർ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികൾ പലതും അവതാളത്തിലാകുമെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും പൂട്ടുമെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്. പശ്ചാത്തല വികസന കുതിപ്പിന് കടിഞ്ഞാൺ വീഴും. കേരളം വലിയ തിരിച്ചുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ധനപ്രതിസന്ധിയുടെ മർമ്മം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. ഇങ്ങനൊരു കാഴ്ചപ്പാട് UDFനും ഇല്ല, ധവളപത്രക്കാർക്കും ഇല്ല. ഈ ധവളപത്രം ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ ക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. ഈ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. പശ്ചാത്തല സൗകര്യ നിർമ്മാണം അത് വലിയ മന്ദഗതിയിലാവും. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവയുടെ സ്വകാര്യവൽക്കരണം. വകുപ്പിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള സാമ്പത്തിക കണക്കുകൾ പുറത്തുവിട്ട മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ വിചിത്രമാണെന്നും തെറ്റുകൾ മറച്ചുവെക്കാൻ അദ്ദേഹം വീണെടുത്ത് കിടന്ന് ഉരുളുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ തള്ളി VD സതീശൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഒരു രേഖയും പുറത്തുപോയിട്ടില്ല എന്നും VD സതീശൻ സഭയിൽ പറഞ്ഞു. നിയമസഭ നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വയ്ക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്.
അത് വെച്ചതിന് ശേഷമാണ് അതിനുശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്, അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. ഇടത് വലത് സർക്കാർ 5 വർഷം കൂടുമ്പോൾ ധവളപത്രം ഇറക്കുകയും പരസ്പരം പഴിചാരുകയും ചെയ്യുന്നത് പതിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം പണം നൽകുന്നില്ല എന്നാണ് ഇരുവിഭാഗത്തിൻ്റെയും ആക്ഷേപം. കേന്ദ്രം നൽകുന്നുണ്ട് എന്ന് നിയമസഭയിൽ പറയുകയും പിന്നീട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കേന്ദ്രം നൽകുന്നില്ല എന്ന് പറയുകയുമാണ്. സ്വന്തം പരാജയം മറച്ചുവയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഇവരുടെ വിവാദങ്ങളോ നാടകങ്ങളോ പ്രസൻറ്റേഷനോ സോഷ്യൽ മീഡിയ റീൽസോ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി ഈ ഡോക്യുമെൻ്റ് വായിക്കുക. നമ്മളുടെ ഭാവി എങ്ങനെയാണ് ഒരു പുതിയ രീതി, ഒരു പുതിയ ഇക്കണോമിക് തന്ത്രം, ഒരു പുതിയ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണം, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ ജനങ്ങളുടെ ഭാവിക്ക്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യണം. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ രൂക്ഷ വിമർശനം. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടവ് ബാധ്യതയുണ്ട്. കിഫ്ബി പൊളിച്ചെഴുതേണ്ടി വരുമെന്നും വിദഗ്ധ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കിഫ്ബി ഒരു നല്ല മാർഗമാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ അതിരൂക്ഷ വിമർശനം. കിഫ്ബിയുടെ വായ്പകൾ സർക്കാരിന് വലിയ ബാധ്യതയാകുമെന്നും പൂർണ്ണമായും ബജറ്റ് നിയന്ത്രണത്തിലാക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ബജറ്റിന് പുറത്ത് വികസന ഫണ്ട് കണ്ടെത്താൻ രൂപീകരിച്ച കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പൊതു കടപരിധിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ 21,000 കോടി രൂപയുടെ അധിക വായ്പാ തിരിച്ചടവ് പൂർണ്ണമായും പുതിയ സർക്കാരിന്റെ മേലിലായി. കൂടാതെ കിഫ്ബിക്ക് വായ്പ എടുക്കാൻ 1 മുതൽ 1.5% അധിക പലിശ നൽകേണ്ടി വരുന്നു. കിഫ്ബി പദ്ധതികളുടെ വിതരണത്തിൽ പോലും പ്രാദേശികമായ അസമത്വമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ ജില്ലയിൽ മാത്രം ആകെ തുകയുടെ 20% അനുവദിച്ചുവെന്നാണ് പറയുന്നത്. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും കിഫ്ബിയിൽ ഒരു പൊളിച്ചെഴുത്ത് വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടത്, ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിനു ശേഷം. അതേസമയം കിഫ്ബി നല്ലൊരു മാർഗമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുവെന്നും കിഫ്ബിയെ ദുർബലപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ഇപ്പോൾ ഒരു വർഷം 40,000 കോടിയാണ് സ്റ്റേറ്റിന് കടമെടുക്കാനുള്ളത്. കിഫ്ബി 5,000 കോടി എടുക്കുന്നു. അത് 45,000, ഈ 40,000 നമുക്ക് കിട്ടും, പിന്നെ 5,000 എക്സ്ട്രായും കിട്ടും. എന്നിട്ട് കിഫ്ബി അടച്ചു തീർക്കണം. അതിനു പകരം 2022 മുതൽ അവർ ഈ 5,000 കൂടി നമ്മുടെ ഈ 40,000 പിടിച്ചു. അപ്പോൾ നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്നത് 35,000 ആയി. പിന്നെ ബാക്കി കിഫ്ബി. ഈ ഒരു പ്രശ്നം നമ്മളെ ബാധിച്ചിട്ടുണ്ട് സാമ്പത്തികമായി. പക്ഷെ അത് തുടങ്ങി വെച്ച വർക്കുകൾ മുന്നോട്ട് പോവുകയും ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിന് നമ്മൾ കിഫ്ബി എന്ന് പറയുന്നതിനെ ദുർബലപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ കിഫ്ബി ദുർബലപ്പെടുത്താനായിട്ടുള്ള ശ്രമം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. കിഫ്ബിയിൽ പിടിമുറുക്കാൻ തന്നെയാണ് UDF സർക്കാരിന്റെ തീരുമാനം. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നതിൽ CPI നിലപാടിൽ മാറ്റമില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയ ഐക്യത്തിൻ്റെയും മുന്നണിയുടെയും നിലപാടാണ് ഇത്. കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടി വന്നാൽ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. CPI നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. ആ നിലപാട് ശരിയാണ്. ആ നിലപാട് LDFിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ആ നിലപാട് LDFിൻ്റെ ഐക്യത്തിൻ്റെ ഭാഗമാണ്. ആ നിലപാട് രാഷ്ട്രീയ ഐക്യത്തിൻ്റെയും രാഷ്ട്രീയ മുന്നണിയുടെയും ഭാഗമാണ്. അതുകൊണ്ട് ആ നിലപാടിൽ മാറ്റം ഇല്ല. കീഴ്വഴക്കങ്ങളെല്ലാം മാറേണ്ടി വന്നാൽ മാറുമല്ലോ. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരുടെയും ആത്മാഭിമാനം ആർക്ക് മുന്നിലും അടിയറവ് വയ്ക്കേണ്ട. ഇടതുപക്ഷ ഐക്യം പ്രധാനമാണ്. VSന്റെ കാലം മുതൽ CPM ആണ് ആ പദവി കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരുടെ ആത്മാഭിമാനവും ആർക്കും പണയം വെക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളവരാണ് ഞങ്ങളെല്ലാം. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലെ ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് CPM ഐക്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് CPI നിലകൊള്ളുന്നത്. അതിലൊന്നും കുഴപ്പമില്ല. അവർ പറഞ്ഞ കാര്യത്തിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല.
ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് സർക്കാർ. മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനത്തിനും ഉത്തരവ്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. CBI അന്വേഷണത്തെ എതിർത്തും പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിൽ CPM നേതാക്കൾ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. ജൂൺ 8 ഡൽഹിയിൽ ചേരുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്നും DMK വിട്ടുനിൽക്കും. കോൺഗ്രസുമായുള്ള ബന്ധം വഷളായ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്നാണ് സൂചന. DMKയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാകാൻ തമിഴക വെട്രികഴകവുമായി കോൺഗ്രസ് കൈകോർത്തതാണ് ഭിന്നതയ്ക്ക് കാരണം. അതേസമയം ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകലം പാലിച്ചിരുന്ന പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് വിവരം. അതേസമയം ബംഗാളിൽ മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രമാണ്. അതേസമയം നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി മമതയെ ക്ഷണിക്കുമെന്നും പാർട്ടി പടർത്താൻ ഉദ്ദേശമില്ല എന്നും പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത ഋതബ്രത ബാനർജി അറിയിച്ചു. 8-ാം തീയതി ഡൽഹിയിൽ ചേരുന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിൽ മമത പങ്കെടുക്കും. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള ചർച്ച നടന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമുസ് പ്രതിസന്ധി ശക്തമായതോടെ വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്നു. ഇറാനിലെ കേഷം ദ്വീപിലെ US ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെയും അമേരിക്കയും കുവൈറ്റിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണങ്ങൾ നടത്തി. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ കോൺഗ്രസിന്റെ അനുമതി തേടണമെന്നാവശ്യപ്പെട്ട US ജനപ്രതിനിധി സഭ പ്രസിഡന്റ് ട്രംപിനെതിരെ പ്രമേയം പാസാക്കി. ഇതിനിടെ ഇസ്രായേലും ലെബനോനും പുതിയ വെടിനിർത്തൽ ധാരണയിലുമെത്തി. ഇറാനിലെ ഹോർമുസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ കേഷം ദ്വീപിലെ റഡാർ ഡ്രോൺ കൺട്രോൾ സ്റ്റേഷനുകൾ US സൈന്യം തകർത്തു. ഇതിനു മറുപടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കുവൈറ്റിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. അതേസമയം കേഷൻ ദ്വീപിലെ ആക്രമണത്തിന് പ്രതികാരമായി ഹോർമുസിലെ US പടക്കപ്പലിനെയും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളെയും തകർത്തെന്ന ഇറാന്റെ അവകാശവാദം US സൈന്യം പൂർണ്ണമായും തള്ളി. ഇറാൻ അയച്ച മിസൈലുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തതായി സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ട ശത്രുക്കൾ ഇപ്പോൾ പൊതുജനങ്ങളുടെ പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുവാനും ആഭ്യന്തര ഭിന്നതകൾ വിതയ്ക്കാനും ശ്രമിക്കുന്നുവെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഒരു സന്ദേശത്തിൽ പറഞ്ഞു. ഇതിനിടെ US ജനപ്രതിനിധി സഭയിൽ US പ്രസിഡന്റിന് തിരിച്ചടിയുണ്ടായി. ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾക്ക് കടിഞ്ഞാണിടാൻ US ജനപ്രതിനിധി സഭ നിർണായക പ്രമേയം പാസാക്കി. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇറാനിൽ സൈനിക നടപടികൾ പാടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രമേയം. 208-നെതിരെ 215 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച പ്രമേയത്തെ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും പിന്തുണച്ചു. ജനപ്രതിനിധി സഭ പാസാക്കിയ പ്രമേയം ഇനി സെനറ്റിന്റെ പരിഗണനയ്ക്ക് അയക്കും. വെടിനിർത്തലിനുള്ള ചർച്ചകളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും US-ഉം ഇറാനും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ച ഫലപ്രദമായാൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന നിലപാടിലാണ് ട്രംപ്. ഇതിനിടെ വാഷിംഗ്ടണിൽ നടന്ന US മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്കൊടുവിൽ ഇസ്രായേലും ലെബനോനും തമ്മിൽ പുതിയ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് പുനരാരംഭിക്കുന്നത് വൈകുമെന്ന റിപ്പോർട്ട്. മധ്യ വേനലവധി ആരംഭിച്ചതിനെ തുടർന്ന് കേരളത്തിലേക്ക് ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് നാട്ടിലേക്ക് എത്താൻ തയ്യാറെടുപ്പ് എടുക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ജൂൺ 2 വരെ 5 തവണയാണ് കുവൈറ്റ് വിമാനത്താവളം ആക്രമണത്തിന് വിധേയമായത്. ഇതേ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏപ്രിൽ 24 മുതലാണ് ഭാഗികമായി പുനരാരംഭിച്ചത്. ടെർമിനൽ 4 കേന്ദ്രീകരിച്ച് കുവൈറ്റ് എയർവേസും ടെർമിനൽ 5 കേന്ദ്രീകരിച്ച് ജസീറ എയർവേസും സർവീസ് പുനരാരംഭിച്ചെങ്കിലും വിദേശ വിമാന കമ്പനികളുടെ പ്രവർത്തനത്തിന് ജൂൺ 1 മുതലാണ് കുവൈറ്റ് വ്യോമയാന അധികൃതർ അനുമതി നൽകിയത്. ഇത് പ്രകാരം എയർ ഇന്ത്യ, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾ വിമാന സർവീസ് ഭാഗികമായി പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സർവീസ് പുനരാരംഭിച്ച് 3-ാം ദിവസമാണ് ടെർമിനൽ 1-ന് വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ ടെർമിനൽ 1-ന് ഉണ്ടായ കാര്യമായ നാശനഷ്ടങ്ങളെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതിനുശേഷം മണിക്കൂറുകൾക്കകം ടെർമിനൽ 4-ന്റെയും 5-ന്റെയും പ്രവർത്തനം പുനരാരംഭിച്ചുവെങ്കിലും ടെർമിനൽ 1-ന്റെ പ്രവർത്തനം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ
നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിലെ അവസ്ഥയിൽ ടെർമിനൽ 1 അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാകുന്നതിന് ഇനിയും ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റ് വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മധ്യപ്രദേശ് ഉജ്ജയിൻകോട് മഹല്ല സ്വദേശി 55 വയസ്സുള്ള മൻസൂർ അഹമ്മദ് റഹ്മാന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. കുവൈറ്റ് എയർവേസിന്റെ KU 347 നമ്പർ അഹമ്മദാബാദ് വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇന്നലെ കാലത്ത് കുവൈറ്റ് വിമാനത്താവളത്തിലെത്തിയ മൻസൂർ വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇരയാകുകയായിരുന്നു. ടെർമിനൽ 1 ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി വരുന്നതിനിടയിലാണ് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചത്. ജീവൻ നഷ്ടമായതും ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. തയ്യൽക്കടയിൽ ജീവനക്കാരനായിരുന്നു മൻസൂർ. കുവൈറ്റിലെ ദേശീയ സുരക്ഷാ കേസുകളിൽ നിർണായക വിധി പ്രസ്താവിച്ചുകൊണ്ട് കുവൈറ്റ് സ്റ്റേറ്റ് സെക്യൂരിറ്റി അപ്പീൽ കോടതി വിവിധ കുറ്റകൃത്യങ്ങളിൽ വിചാരണ കോടതികൾ നൽകിയ വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകളിലാണ് കോടതിയുടെ നിർണായക വിധി. കുവൈറ്റിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ദേശീയ ഐക്യത്തിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത കുവൈറ്റ് പൗരന് അപ്പീൽ കോടതി 3 വർഷത്തെ കഠിന തടവ് വിധിച്ചു. പ്രതിക്കെതിരെ ശിക്ഷാ നടപടികൾ ഒഴിവാക്കിയ വിചാരണ കോടതിയുടെ മുൻ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് അപ്പീൽ കോടതി ഈ കർശന ശിക്ഷ പ്രഖ്യാപിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലെബനൻ റിപ്പബ്ലിക്കിനെ അപമാനിക്കുകയും നിരോധിത ഭീകര സംഘടനയായ ഹിസ്ബുള്ളയെ പിന്തുണച്ച് സംസാരിക്കുകയും ചെയ്തെന്ന കേസിൽ മറ്റൊരു കുവൈറ്റ് പൗരനെ കോടതി കുറ്റവിമുക്തനാക്കി. ഈ കേസിൽ പ്രതിക്ക് വിചാരണ കോടതിക്ക് മുൻപ് 3 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ പ്രതിഭാഗം സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ച കോടതി വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കുകയും പ്രതിയെ പൂർണ്ണമായും വെറുതെ വിടുകയുമായിരുന്നു. രാജ്യത്ത് നിലവിലുള്ള യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഭീതിയും പരിഭ്രാന്തിയും സൃഷ്ടിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചെന്ന കേസിൽ പ്രതിയായിരുന്ന സ്വദേശി വനിതയെയും അപ്പീൽ കോടതി വെറുതെ വിട്ടു. ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ താൽക്കാലികമായി മാറ്റിവെച്ചിരുന്ന വിചാരണ കോടതിയുടെ വിധി അപ്പീൽ കോടതി റദ്ദാക്കി. ഇവർ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇവരെ പൂർണ്ണമായും കുറ്റവിമുക്തിയാക്കിയത്. അമൃത ന്യൂസ്, കുവൈറ്റ്. UAE-യിൽ തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചു. ഈ മാസം 15 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 വരെ തുറസായ സ്ഥലങ്ങളിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഇടങ്ങളിലും തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. വേനൽ ചൂടിൽ നിന്നും തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായിട്ടുള്ള നിയന്ത്രണം സെപ്റ്റംബർ 15 വരെ തുടരും. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രാദേശിക വെല്ലുവിളികൾ നിലനിൽക്കുന്നതിനിടയിലും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന് ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി UAE തുടരുന്നതായി പുതിയ ആഗോള സർവേ റിപ്പോർട്ട്. അരാഡയുടെ കമ്മീഷനിൽ അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ പെൻഡ ഗ്രൂപ്പ് നടത്തിയ സർവേയിലാണ് UAE 1ാം സ്ഥാനത്ത് എത്തിയത്. സർവേയിൽ പങ്കെടുത്ത ആഗോള നിക്ഷേപകരിൽ 56% പേരും UAE റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ നിക്ഷേപിക്കാൻ ശക്തമായ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറായി സേവനമനുഷ്ഠിക്കുന്ന മുതിർന്ന നയതന്ത്രജ്ഞൻ വിപുലിനെ സൗദി അറേബ്യയിലെ അടുത്ത ഇന്ത്യൻ അംബാസഡറായി നിയമിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ജൂൺ 2 ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവിട്ടത്. 1998 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം വരും ആഴ്ചകളിൽ റിയാദിലെത്തി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യോമയാന സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് എയർ ഇന്ത്യയും സൗദിയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയറും തമ്മിൽ തന്ത്രപ്രധാനമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലും അവിടെയുള്ള പ്രധാന ഹബ്ബുകൾ വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുമുള്ള പ്രീമിയം യാത്രാ സൗകര്യങ്ങൾ വിപുലീകരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഡൽഹി, മുംബൈ, റിയാദ് എന്നീ നഗരങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പങ്കാളിത്തത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ ജീവിതം ദൃശ്യാവിഷ്കാരമായ ഹോളിവുഡ് ചിത്രം മൈക്കിൾ സൗദി അറേബ്യയിൽ സർവ്വകാല റെക്കോർഡുകളുമായി മുന്നേറുന്നു. റിലീസ് ചെയ്ത 6ാമത്തെ ആഴ്ചയിലെത്തുമ്പോൾ സൗദി ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗമാണ് ചിത്രം സൃഷ്ടിക്കുന്നത്. ജൂൺ 1 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചിത്രം സൗദിയിൽ നിന്ന് മാത്രം $9.52 മില്യൺ കളക്ഷൻ നേടിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച പ്രധാന മാർക്കറ്റുകളിലൊന്നായി സൗദി അറേബ്യ മാറി.
ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. നന്മയുടെ സുഗന്ധം എല്ലായിടത്തും പടരുമെന്നും അമ്മ പറഞ്ഞു. തൃശ്ശൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൻ്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. 2 ദിവസമായി തൃശ്ശൂരിന് ആത്മീയ വസന്തം ചാർത്തിയ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് ഇന്ന് സമാപനമാണ്. അമ്മയെ കാണാൻ ഇന്നും ആയിരങ്ങൾ ഉത്സവ നഗരിയിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ദർശനം പുലരും വരെ നീളും. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2ാം ദിനത്തിലും വൻ ജനാവലിയാണ് അമ്മയെ കാണാനായി അയ്യന്തോളിലെ ഉത്സവനഗരിയിൽ എത്തിയത്. വേദിയിലെത്തിയ അമ്മയെ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, സിനിമാ താരം ദേവൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. അമൃതശ്രീ അംഗങ്ങൾക്ക് വേദിയിൽ അമ്മയുടെ നേതൃത്വത്തിൽ സാരി വിതരണം ചെയ്തു. തുടർന്ന് ഭക്തമനസ്സുകൾക്ക് ആശ്വാസം പകർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം. ചുറ്റുമുള്ളവരോട് കാരുണ്യമുള്ളവരായിരിക്കാൻ ആഹ്വാനം ചെയ്ത അമ്മ നന്മയുടെ സുഗന്ധം എല്ലായിടത്തും തനിയെ പടരുമെന്നും ഓർമ്മിപ്പിച്ചു. ത്യാഗവും നിസ്വാർത്ഥവും പരിശീലിക്കുക. ജീവിതം ചിട്ടപ്പെടുത്തുമ്പം നമ്മളറിയാതെ തന്നെ ശ്രുതികൾക്ക് നടക്കും. അങ്ങനെ സുന്ദരവും സുഖമമായ സംഗീതം പോലെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഒരു സുഖകരമായ അനുഭവമായി തീരും. അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഭജന സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കി. പിന്നീട് ധ്യാനത്തിനു ശേഷം ആരതി. തുടർന്ന് തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അമൃത ദർശനത്തിനായി ഒഴുകിയെത്തിയ ആയിരങ്ങൾക്ക് അമ്മയുടെ സാന്ത്വന സ്പർശം. തൃശൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് ശേഷം നാളെ അമ്മ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. അമൃത ന്യൂസ്, തൃശൂർ. അമ്മയുടെ അരികിൽ വരുമ്പോൾ സന്തോഷവും ഊർജ്ജവും ലഭിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. അമ്മയോടൊപ്പം മണിക്കൂറുകൾ ചിലവഴിക്കാൻ സാധിച്ചുവെന്നും അവർ പറഞ്ഞു. അമ്മയുടെ തൃശ്ശൂരിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ല ആകമാനം പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ്. അമ്മ ഇവിടെ തന്നെ അമ്മയുടെ കൈകളാൽ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രം കൂടി ഇവിടെയുണ്ട്. ആ ക്ഷേത്രത്തിൽ തന്നെ അതിവിശിഷ്ടമായിട്ടുള്ളൊരു പ്രത്യേകതയുള്ളത് 4 മൂർത്തികൾ ഒരുമിച്ച് അവിടെ ഇരിക്കുകയാണ്. പ്രതിഷ്ഠയായിട്ട് 4 മൂർത്തികളുണ്ട് എന്നുള്ളതാണ്. അമ്മയെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇന്ന് വള്ളിക്കാവ് ആശ്രമത്തെക്കുറിച്ച് അറിയും. അമ്മ യാത്ര ചെയ്യാത്ത, ചെന്നെത്താത്ത ലോകരാഷ്ട്രങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും വന്ന് അമ്മയെ നമസ്കരിക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. എനിക്ക് വളരെയധികം സന്തോഷവും ഊർജവും കിട്ടുന്നതാണ് അമ്മയുടെ അരികിൽ വരിക എന്നുള്ളത്. അമ്മയുടെ ദർശനം ആദിപരാശക്തിയുടെ ദർശനം കിട്ടിയതിന് സമമാണെന്ന് നടൻ ദേവൻ. അമ്മയുടെ ദർശനം എന്ന് പറയുന്നത് തന്നെ ആദിപരാശക്തി അമ്മയുടെ ദർശനം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട്. കാരണം ആദ്യമധ്യാന്ത വിഹീനയായ അമ്മ. അപ്പോൾ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതിൽ ഏറ്റവും ആദ്യം മാതാ അമ്മയാണ്, അതിനുശേഷമാണ് ഗുരുവും ദൈവമൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മയെ കാണുന്നത് അമ്മയായിട്ടാണ്, ദേവിയായിട്ടാണ്, പരാശക്തിയായിട്ടാണ്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനായി നാളെ കൊച്ചിയിലെത്തുന്ന അമ്മയെ സ്വീകരിക്കാൻ എറണാകുളം നഗരം ഒരുങ്ങി. വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 6 വർഷത്തിന് ശേഷം എറണാകുളം ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനത്തെത്തുന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. പന്തല്, അതേപോലെ തന്നെ പൂജ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, പൂജയ്ക്കുള്ള കലശക്കുടങ്ങൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. പിന്നെ കൾച്ചറൽ പ്രോഗ്രാമിനുള്ള കുട്ടികളുടെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് കൊച്ചിയിലെത്തുന്ന അമ്മയെ
താന്ത്രിക ആചാര്യൻ സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. 2 ദിവസങ്ങളിലും രാവിലെ 11-ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭക്തിഗാനസുതയും ധ്യാനവും തുടർന്ന് അമ്മയുടെ ദിവ്യദർശനവും ഉണ്ടാകും. അപ്പം നമ്മിലെ നന്മകളെ ഉണർത്താനുള്ള അനേക അവസരങ്ങളാണ് ഈ ഉത്സവ വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് ആവേശം പകർന്നുകൊണ്ട് അമ്മയുടെ വിഷുത്തൈ നീട്ടം പദ്ധതിയുടെ ഭാഗമായിട്ട് അമ്മ വൃക്ഷത്തൈ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും. അതേപോലെ സമൂഹാർച്ചന, അന്തരീക്ഷത്തിൻ്റെ മലിനമായ ചിന്തകളെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മന്ത്രോച്ചാരണത്തോടു കൂടിയ കോടിയർച്ചന, അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഭക്തർക്കും നിരീശ്വരവാദിക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ചിന്തകളാണ് അമ്മയുടെ സങ്കല്പം മുന്നോട്ട് വെക്കുന്നതെന്ന് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തെ മഹോത്സവത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദിക്ക് പോലും അതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സമ്പ്രദായങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ രൂപസങ്കല്പത്തിലുള്ള ആളുകൾക്ക് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ ശിവകുടുംബമാണ്. നിരീശ്വരവാദിക്കാണെങ്കിൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ശക്തിയെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. തൻ്റെ ഉള്ളിലുള്ള ആന്തരിക ശക്തിയെ ഉണർത്താനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അമൃത TV സൂപ്പർ സ്റ്റാർ ജൂനിയേഴ്സ് ഓംകാർ ഭജൻ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പ്രത്യേക സംഗീത പരിപാടി, അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും. അമൃത ന്യൂസ്, കൊച്ചി. അമ്മതനിക്ക് അത്ഭുതമാണെന്ന് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും മുൻ PSC ചെയർമാനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ. അമ്മ എല്ലാ അർത്ഥത്തിലും ഒരത്ഭുതമാണ്. അമ്മയ്ക്ക് അദ്വൈത വേദാന്തം ശ്വസനക്രിയ പോലെ അമ്മയ്ക്കത് വഴങ്ങിയിട്ടുണ്ട്. അമ്മ എന്ത് പറയുമ്പോഴും ആ പറയുന്ന കാര്യങ്ങൾ എന്തിനെക്കുറിച്ചായാലും അദ്വൈത വേദാന്ത ചിന്തയുടെ ജ്ഞാനപദ്ധതി അണുവിട തെറ്റാതെ അതിൽ കാണാൻ കഴിയും. അത് അമ്മ പഠിച്ചു ഉണ്ടാക്കിയെടുത്തതല്ല, ജന്മസിദ്ധമായി മഹാസാധന കൊണ്ട് അമ്മ നേടിയെടുത്ത ഒന്നാണ്. ആ സിദ്ധി ഉണ്ടായിരുന്നു. അത് ധ്യാനത്തിലൂടെയും നിധിധ്യാസത്തിലൂടെയും അമ്മ നേടിയെടുത്ത ഒന്നാണ്. എന്തു പറയുമ്പോഴും അതിൽ ഈ അദ്വൈത വേദാന്തത്തിൻ്റെ ആ ദർശനത്തിൻ്റെ ജ്ഞാനമീമാംസ അതുപോലെ ഇങ്ങനെ ആധാരശ്രുതിയായി നിലനിൽക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാര്യം അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അമ്മ മഹാത്ഭുതമാണ് എന്ന് പറയാൻ കാരണം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.